ഈ ശ്വാസകോശ രോഗങ്ങൾ അത് മാത്രമല്ല എപ്പോഴും ചുമ വരിക, എപ്പോഴും ജലദോഷം വരിക, കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കുന്ന രീതിയിൽ തന്നെ ഈ വക അസുഖങ്ങൾ ഇപ്പോൾ കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും കുഞ്ഞു കുട്ടികളിൽ കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അത് മാത്രമല്ല, ഇതിലെങ്ങനെയാണ് ചികിത്സ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അതായത് കുട്ടികളിൽ നമ്മൾ ധാരാളം കാണുന്നതൊരു രോഗാവസ്ഥ എന്ന് പറയുന്നത് ആവർത്തിച്ചാവർത്തിച്ച് കുട്ടികളിലുണ്ടാകുന്ന ജലദോഷം, തുമ്മൽ, ചുമ, കഫം, പനി, ശ്വാസം മുട്ടൽ അതൊരു അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇടയിൽ അത് വ്യാപകമായി ധാരാളം കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ. അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുട്ടികളിൽ ഇത് ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്നു. ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതൽ ഇത് കാണുന്നത്. കൊച്ചുകുട്ടികളിലും ധാരാളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളിലാണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം, ഒരു വൈറൽ ഇൻഫെക്ഷൻസാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അത് സ്കൂളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന്, മറ്റു കുട്ടികളിൽ നിന്ന് ഇത് നമ്മുടെ കുട്ടിക്കും കിട്ടും. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് നമ്മളെല്ലാ മാതാപിതാക്കളും പാലിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിക്ക് ചുമയോ ജലദോഷമോ തുമ്മലോ കഫമോ ഉണ്ടായാൽ അത് പൂർണ്ണമായി മാറിയിട്ടേ ആ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാവൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് 2 ദിവസത്തെ മരുന്ന് കൊടുക്കുക, ആ മരുന്ന് കൊടുത്തിട്ട് കുട്ടിയെ സ്കൂളിൽ അയക്കുക. കാരണം സ്കൂളിലുള്ള പോർഷൻസൊക്കെ വിട്ടുപോകാതിരിക്കാനും